പാലക്കാട് കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ അംഗത്വ വിതരണ സംസ്ഥാനതല ക്യാമ്പയിൻ ഉദ്ഘാടനവും കൊടിമര സ്ഥാപനവും. സർക്കാർ ജീവനക്കാരോട് തീർത്തും വഞ്ചനാപരമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പ്രസ്താവിച്ചു. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും അനുവദിക്കുന്ന കാര്യത്തിൽ ശത്രുതാപരമായ നിലപാട് തുടരുകയാണ് പിണറായി സർക്കാർ. പിണറായി സർക്കാരിന്റെ ഭരണകാലം ജനങ്ങൾക്കെന്ന പോലെ ജീവനക്കാർക്കും കുടുംബങ്ങൾക്കും ഏറ്റവും കടുത്ത ദുരിതകാലമാണ്. യു.ഡി.എഫ് സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നതോടെ ഈ അവസ്ഥ അപ്പാടെ മാറി സുവർണകാലമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ മെമ്പർഷിപ്പ് 2026 ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് പടിഞ്ഞാറെ അക്കര NSS ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതിയായ ഒരുക്കങ്ങളില്ലാതെ തദ്ദേശ പൊതുസർവീസ് രൂപീകരിച്ചത് തദ്ദേശ പൊതുസർവീസിലെ ജീവനക്കാരുടെ സേവന വേതന കാര്യങ്ങളിൽ സമയബന്ധിതമായി തീരുമാനം എടുക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ച് ഇടത് സർക്കാർ ജീവനക്കാരെ ബുദ്ധിമുട്ടിലാക്കി. അവ പരിഹരിക്കുന്നതിന് സർക്കാർ തയ്യാറാകുന്നില്ല. ഇത് പ്രതിഷേധാർഹമാണെന്നും ജീവനക്കാർ സർക്കാരിന്റെ ഈ ദ്രോഹ നടപടിയെ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കാൻ മുന്നോട്ട് വരണമെന്നും UDF തുടർന്നും ജീവനക്കാരുടെ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. KLEO രക്ഷാധികാരി VM അബ്ദുള്ള മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് നൈറ്റോ ബേബി അരീക്കൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോൺ കെ സ്റ്റീഫൻ, മുൻ സംസ്ഥാന പ്രസിഡന്റ് B ശ്രീകുമാർ, വർക്കിംഗ് പ്രസിഡന്റുമാരായ S കരുണാകരൻ, G ജ്യോതികുമാർ, വൈസ് പ്രസിഡന്റുമാരായ M മജീദ്, സുനിത KV, ഓർഗനൈസിംഗ് സെക്രട്ടറി ജയകൃഷ്ണൻ ചുങ്കത്ത്, ജില്ലാ പ്രസിഡന്റ് C ലളിത എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പയിൻ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അനീഷ, ഷഹന M, വിഷ്ണു B എന്നിവർ MP-യിൽ നിന്നും മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. മെമ്പർഷിപ്പ് ക്യാമ്പയിന് മുൻപായി സിവിൽ സ്റ്റേഷനിൽ KLEO-യുടെ കൊടിമരം സ്ഥാപിക്കൽ ചടങ്ങും പ്രൗഢമായി തന്നെ നടന്നു. ജില്ലാ പ്രസിഡന്റ് C ലളിത പതാക ഉയർത്തി. സംസ്ഥാന ജില്ലാ നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ആശംസകൾ നേർന്നു. സംഘടനയുടെ നവവത്സര ആഘോഷവും നടന്നു.